85 തൊട്ട് തുടങ്ങിയതാണ് ഡ്രൈവിംഗ് ഫീൽഡിൽ. പക്ഷേ ഡ്രൈവിംഗ് ഫീൽഡിൽ ഇറങ്ങി കുറച്ച് കാലം കഴിയുമ്പോഴേക്കും എനിക്ക് സിനിമ ഭ്രാന്തുണ്ടൊപ്പം. മൊത്തം ചെറുപ്പം തൊട്ട് തന്നെ സിനിമ കാണൽ ഭയങ്കരമാണ്. അതുപോലെ ഷൂട്ടിങ്ങിൻ്റെ എവിടെ ക്യാമറ കണ്ടാലും വണ്ടി സൈഡാക്കും ഞാൻ. അങ്ങനത്തെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഭാഗ്യത്തിൽ തന്നെ കുറേ പടങ്ങളിൽ അവിടെ ഇവിടെയും ചെന്ന് നിൽക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. വണ്ടി ഓടിക്കാൻ തുടങ്ങാനായിട്ട് മുമ്പ് കിട്ടിയ പടമായിരുന്നു നഗക്ഷതങ്ങൾ. നഗക്ഷതങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ പാവട്ടിയിൽ ഷൂട്ടിങ്ങുള്ള കാരണമായിരുന്നു. അതിൽ കുറച്ച് കാലം പിന്നാലെ നടന്നു. അതിൽ കിട്ടിയത് വിനീതിൻ്റെ കൂടെ ഇരിക്കുന്ന ഒരു ക്ലാസ്മേറ്റ് ആയിട്ടുള്ള ഒരു റോളും, പിന്നെ കോളേജിലൊരു ഫംഗ്ഷനിൽ ചെന്നിരിക്കുന്ന ഭാഗമൊക്കെ ആയിരുന്നു. അതൊക്കെ തെരഞ്ഞു പിടിച്ചാലേ നമ്മളെ കാണാൻ പറ്റുള്ളൂ. അങ്ങനെ പാവട്ടിയിലായിരുന്നു നഗക്ഷതങ്ങളുടെ ഷൂട്ടിങ്. അന്ന് പാവട്ടി സ്കൂളിലായിരുന്നു ക്ലാസ് റൂമിൻ്റെ ഭാഗം വിനീതിൻ്റെ എടുത്തത്. പക്ഷേ ഓഡിറ്റോറിയം പാവട്ടി HS ഉണ്ടായിരുന്നില്ല. അങ്ങനെ CKCയിലാണ് ഓഡിറ്റോറിയം ഉണ്ടായിരുന്നത്. അതിലായിരുന്നു ജഗന്നാഥ വർമ്മയൊക്കെ വന്നിട്ട് അവിടെ ഒരു പ്രസംഗം ഭാഗം ഷൂട്ട് ചെയ്തു. അതിൽ ഓഡിയൻസായിട്ട് കുറച്ചേരം ഇരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ആനക്കോട്ടയിൽ വടക്കൻ വീരഗാഥയുടെ ഷൂട്ടിങ്. അതിൽ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് കുറച്ച് പോയി. തലയിൽ കുടുംബമൊക്കെ കെട്ടിയിട്ട് കുന്തം പിടിച്ചിട്ടും ഇതൊക്കെ ആയിട്ട് നിന്ന് കുറച്ച് സീനൊക്കെ അവിടെയും കിട്ടി. അത് കഴിഞ്ഞ് വടക്കൻ വീരഗാഥ കഴിഞ്ഞ അവസരത്തിലാണ് മഹായാനം ഷൂട്ടിങ് നടക്കുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടി ഫീൽഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന നേരത്താണ് കുന്നോളം രാജേട്ടൻ താവൂസ് തിയേറ്ററിൻ്റെ ഉടമയാണ് ആ പടം പിടിക്കുന്നത്. അതിൻ്റെ പകുതി ഒരു ഷെഡ്യൂൾ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഷെഡ്യൂൾ പിടിക്കുന്നത് നമ്മുടെ അമ്പാടി തിയേറ്ററിലെ രാജേട്ടനും ചാവക്കാടത്തെ ദർശന തിയേറ്ററിലെ ഓണറും കൂടിയിട്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ വണ്ടിയാണ് അന്ന് മൊത്തം ഓടിയിരുന്നത്. ചക്കങ്കണ്ടത്തൊരു വീട് സെറ്റ് ചെയ്യലും പെരുവല്ലൂർ കോറി അങ്ങനെയുള്ള ഭാഗങ്ങൾ കുറേ ഷൂട്ടിങ് ഇതായി. അതിൽ ചെറിയ സീനുകൾ കിട്ടി. മുകേഷ് ലോറി കയറി മരിക്കുന്ന സ്ഥലത്ത് ഓടി വന്ന് പിടിക്കുന്ന ഭാഗം, അങ്ങനെ കുറച്ച് ഇത് കിട്ടി. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിരുന്നു പോൾ ഞാറക്കൽ. മഹായാനത്തിൻ്റെ ഷൂട്ടിങ് നടക്കുന്നത് ചക്കങ്കണ്ടത്തായിരുന്നു മുകേഷിൻ്റെ വീടിന് വേണ്ടിയിട്ട്. അതൊരു സൊസൈറ്റിയുടെ ബിൽഡിംഗ് ആയിരുന്നു. അത് വീടാക്കി മാറ്റി. അത് കലാസംവിധായകൻ ജോഷിയുടെ അളിയനായ ഹരിയായിരുന്നു. അങ്ങനെ അത് കലാസംവിധാനത്തിൻ്റെ പവർ കൊണ്ട് അതൊരു വീട് പോലെയായി. അത് കഴിഞ്ഞിട്ട് ലോറി കയറി മരിക്കുന്നത് ചക്കങ്കണ്ട റോട്ടിലെ ഒരു ഹോട്ടലിൻ്റെ അവിടെയാണ്. അത് കഴിഞ്ഞ് അതിൻ്റെ അന്ന് ലോറി കയറി മരിക്കുമ്പോൾ ഞങ്ങൾക്ക് സീനിൽ ഓടി വന്ന് എടുക്കണ ഭാഗം, അങ്ങനെ കുറേ ആൾക്കാരായിട്ടുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പെരുവല്ലൂർ കോറിയിലായിരുന്നു മുകേഷ് ഒരു ലെറ്റർ വരുന്ന ഭാഗം. ജൈനാൻ വിൻസെൻ്റ് ആയിരുന്നു അതിൻ്റെ ക്യാമറമാൻ. അങ്ങനെ അന്ന് ലെറ്റർ ആദ്യം ഒരെണ്ണം മേടിച്ച് കൊടുന്ന് വെച്ചിട്ട് ഇല്ലൻ്റ് വെച്ചിട്ട് പൊട്ടിച്ചിട്ട് ഇങ്ങനെ വായിക്കുന്ന ഭാഗമായിരുന്നു. അത് ക്യാമറ 4-5 ഷോട്ടിൽ എടുക്കുന്ന വിവരം ആർക്കും അറിയില്ലായിരുന്നു. ഒരു ലെറ്റർ പൊട്ടിച്ച് കഴിഞ്ഞ് പിന്നെ അടുത്ത ലെറ്റർ വേണമെന്നായി. അങ്ങനെ അന്ന് ഞാൻ ടാക്സി ഓടിക്കുന്ന കാരണം ഞാൻ ഓരോ കടകളിൽ, അന്ന് കടകളിൽ നമുക്ക് ഇല്ലൻ്റ് കിട്ടുമായിരുന്നു. 25 പൈസയായിരുന്നു ഇന്ന് ഇല്ലൻ്റിന്. അത് മേടിക്കാൻ 3-4 പ്രാവശ്യം പോയി. അങ്ങനെ ഒരു 4 ഇല്ലൻ്റ് പൊട്ടിച്ചിട്ടാണ് ആ സീൻ എടുത്ത്. അതൊക്കെ ഒരു ഓർമ്മകളാണ്, രസമായിട്ടുള്ള ഓർമ്മകളായിരുന്നു അതൊക്കെ. ജോഷിയുടെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിരുന്നു പോൾ ഞാറക്കൽ. മഹായാനത്തിൻ്റെ ആ ബന്ധത്തിൽ വെച്ചിട്ട് ഈ അമ്പാടി രാജേട്ടനായിട്ട് ഒരു കണക്ഷനായി. അങ്ങനെ ഒരു പടം പിടിക്കാൻ തീരുമാനിച്ചു. അതിന് മുകേഷ്, സിദ്ദിഖ്, വിജയരാഘവനൊക്കെ വെച്ചിട്ട് നാട്ടുവിശേഷം എന്നൊരു പടം പിടിച്ചു. തിരുവനന്തപുരത്തായിരുന്നു ഷൂട്ടിങ്, പേപ്പാറ ഡാമിൽ. അതിൻ്റെ ഞങ്ങൾ 2 ഷെഡ്യൂളും അവിടെ തന്നെയായിരുന്നു. അതിൽ ഈ പറഞ്ഞ പോലെ ആദിവാസികൾ അന്ന് ഉണ്ടായിരുന്നെങ്കിൽ കൂടി കുറേ ആൾക്കാരെ ജൂനിയർ ആർട്ടിസ്റ്റിന് കിട്ടാണ്ടായപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പോയ 2-3 ഡ്രൈവർമാർ ആദിവാസികളായി. അങ്ങനെ അതിൽ ചണ്ട പൊട്ടുന്ന ഭാഗം, കുന്തം പിടിച്ച് നിൽക്കുന്ന ഭാഗം, അങ്ങനെ കുറേ ഭാഗങ്ങളായിട്ട് അതിലും പെട്ടിട്ടുണ്ട്. അങ്ങനെ നാട്ടുവിശേഷം എന്ന സിനിമ അങ്ങനെ റിലീസായി. അതിന് സിനിമാ ഭ്രാന്ത് കുറേ ഉണ്ടായിരുന്നു. അങ്ങനെ നിൽക്കുന്ന അവസരത്തിലായിരുന്നു കാർണിവൽ ഷൂട്ടിംഗ് നടന്നായിരുന്നു ഗുരുവായൂർ. അത് പല്ലവി തിയേറ്ററിലായിരുന്നു അതിൻ്റെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. ടിക്കറ്റ് എടുക്കുന്നത് അതിൽ തിക്കി കയറുന്ന ഒരു ഭാഗങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു ഭാഗമുണ്ട്. അതേപോലെ തന്നെ സിദ്ദിഖ് ഒരു പാമ്പും കൂട്ടിൽ കിടക്കുന്ന ചൊവ്വലിപ്പൊടി സെൻറ്ററിലായിരുന്നു ഷൂട്ടിങ്. അങ്ങനെ അതിൻ്റെ പിന്നാലെ അവിടെ പോയി കുറച്ച് നേരം ചെന്ന് നിന്നു. അങ്ങനെ കുറേ ഓഡിയൻസായിട്ടും ഇതൊക്കെ ആയിട്ട് ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് കുറേ സ്ഥലത്ത് നിന്നുണ്ട്. പിന്നെ സെൽഫി എടുക്കുക എന്നുള്ളത് എൻ്റെ ഒരു ഇഷ്ടമായിരുന്നു. അന്നൊക്കെ ക്യാമറ കിട്ടാൻ വേണ്ടി കാത്തിക്കായിരുന്നു ഒരു ഫോട്ടോ എടുക്കാൻ. അങ്ങനെ ആരെങ്കിലും കൂട്ടുകാരെ കൊണ്ടൊക്കെ ക്യാമറ കൊടുന്ന് ഫോട്ടോ ഒക്കെ എടുത്തിരുന്നു. ഇപ്പം മൊബൈൽ യുഗമായപ്പോൾ നമുക്ക് പല ആർട്ടിസ്റ്റുകളും പല സ്ഥലത്ത് വെച്ച് കാണുമ്പോഴും ഈ ഡ്രൈവർ ഫീൽഡിലായിട്ട് പോണ കാരണം കുറേ ഫോട്ടോസ് അവരായിട്ട് എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ പാവറ്റിൽ ജോഷി സാറിൻ്റെ ഒരു പടം ഷൂട്ടിംഗ് വന്നിട്ടുണ്ടായിരുന്നു, ജോജൊക്കെ ഉള്ളത്, പൊറിഞ്ചും മറിയം ജോസ്. അങ്ങനെ ഞാൻ ഷൂട്ടിംഗ് നടക്കുന്ന നേരത്ത് ലൊക്കേഷനിലേക്ക് ഒന്ന് പോയി. ഞാൻ ചെന്ന് സാറിനെ പരിചയപ്പെട്ടു. ഞാൻ പറഞ്ഞു, സാറേ ഇങ്ങനെ 30 കൊല്ലം മുമ്പ് 89 നമ്മൾ മഹായാനം ഷൂട്ട് ചെയ്തതിൽ ഗതാഗതം വഹിച്ചിരുന്ന ആളാണ് ഞാനെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ ആൾ അതിശയിച്ചു. അയ്യോ, എനിക്ക് ചെറിയൊരു ഓർമ്മയുണ്ട് എന്ന് എന്നെ മനസ്സിലായി. അങ്ങനെ പരിചയപ്പെട്ടു. വീണ്ടും ഞങ്ങൾ ഫോട്ടോ എടുക്കലും ഇതൊക്കെ ആയി. അങ്ങനെ അവിടെ കൂടെ ഉണ്ടായിരുന്ന അന്ന് ജോജും വേറെ 2-3 ആൾക്കാരും അവരോട് പറഞ്ഞു ഇങ്ങനെ 89 ഞങ്ങൾ എലൈറ്റ് ഹോട്ടലിൽ വെച്ചിട്ട് ഉണ്ടായിരുന്നതാണ്. അന്ന് രാജേട്ടനാണ് അതിൻ്റെ പ്രൊഡ്യൂസർ. അപ്പോൾ സഹ പ്രൊഡ്യൂസറായിരുന്നു അമ്പാടി രാജേട്ടൻ. അങ്ങനെ മൂപ്പരെ പരിചയപ്പെട്ടു. അങ്ങനെ ആളെ കുറിച്ച് ചോദിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. അപ്പോൾ ആൾ അന്നും മറന്നിട്ടില്ല എന്നുള്ള 30 വർഷത്തിന് ശേഷം ഓർമ്മയിൽ വന്നു. പക്ഷേ എൻ്റെ ഷേപ്പ് ഒന്ന് വേറെ ആയിരുന്നു. ഞാൻ ആ ഫോട്ടോ കാണിച്ചു കൊടുത്തു, മമ്മൂട്ടിയായിട്ട് നിൽക്കുന്നൊരു ഫോട്ടോ. അത് കണ്ടതിൽ കൂടിയിട്ട് ആൾ ഭയങ്കര അതിശയായി. അപ്പോൾ ആളും ദുൽഖറും മമ്മൂട്ടിയും ഇവരെ കൂടിയുള്ള കുട്ടിക്കാലുള്ള ഭാഗം ഫോട്ടോ എനിക്ക് കാണിച്ചു തന്നു. ആൾ അന്ന് എലൈറ്റ് ഹോട്ടലിൽ വെച്ചെടുത്തത്. പിന്നെ പാവട്ടി സെൻറ്റ് ജോസഫ് സ്കൂളിൽ കണ്ടമാനം സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ ചെറുപ്പകാലത്തുള്ള കാലത്ത് 82-ലാണോ എന്ന് എനിക്ക് ഓർമ്മ.
അന്ന് ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന അവസരത്തിൽ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. അന്ന് ശനി ഞായറാണ് ഷൂട്ടിംഗ് വെച്ചത്, ക്ലാസ്സില്ലാത്ത അന്ന്. തമിഴ് സിനിമയായിരുന്നു, നെജങ്കൽ നിലയ്ക്കിൻറാൾ. അത് സത്യങ്ങൾ നിലനിൽക്കും എന്നുള്ളൊരു അർത്ഥത്തിലുള്ള പടമാണ്. അത് പാവർട്ടി സ്കൂളിലാണ് കൂടുതൽ ഭാഗം, കോളേജ് സ്റ്റുഡൻറ്റിൻ്റെ ഭാഗങ്ങളായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പാവർട്ടി സെൻറ്ററിൽ നിന്ന് തന്നെ കുറച്ച് നീങ്ങിയിട്ട് മനപ്പടിക്ക് ഒരു വീട്ടിലുണ്ടായിരുന്നു ഷൂട്ടിംഗ്. അതിൻ്റെ അങ്ങനെ ഒരു പടത്തിൻ്റെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. അത് നല്ല ഓർമ്മയാണ്. പാവർട്ടി സ്കൂളിൽ അതിൽ ഞങ്ങൾ സ്റ്റുഡൻ്റൊക്കെ ആയിട്ട് അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്ന ഭാഗങ്ങൾ കുറേ ഭാഗം എടുത്തു. അന്ന് ഞങ്ങൾക്ക് ചെറിയ കുട്ടികളാണ്. പക്ഷേ ഞങ്ങളോട് പറഞ്ഞ് നിങ്ങൾ അങ്ങോട്ട് നടന്നു പോക്കോളെ, ഈ ഭാഗത്തേക്ക് പൊക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഭാഗങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ സിനിമയുടെ ഓർമ്മകൾ ചെറുപ്പം തൊട്ട് തന്നെ ഓർമ്മകളിലാണ്. കയം ഷൂട്ടിങ് നമ്മുടെ പാവർട്ടിയിലാണ് ഷൂട്ട് ചെയ്ത്, ചുക്കുണ്ടാട് റോട്ടിലും. അന്ന് ഞങ്ങൾക്ക് ഏറ്റവും വലിയ പ്രിയങ്ക കോളയായിരുന്നു, ഓയാസിസ് കോള. അത് പല പരസ്യങ്ങളിലും കാണാം അന്നത്തെ കാലത്ത്. അപ്പോൾ അന്ന് ഞങ്ങൾ ഈ ഒരു തട്ടുകടയൊക്കെ ഇട്ടിട്ട് ജഗതിയും വിജയനൊക്കെ വന്നിട്ടുള്ള ഭാഗങ്ങൾ, വഞ്ചിയിൽ വന്ന് ഇറങ്ങുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസം പിടിച്ച അന്നൊക്കെ ഷൂട്ടിംഗ് കാണാൻ ക്ലാസ് കട്ട് ചെയ്തിട്ട് അവിടെ ചെന്നിട്ടില്ലായിരുന്നു. അങ്ങനെ കയം ഷൂട്ടിങ്ങിൻ്റെ ഒരു ഓർമ്മ, അങ്ങനെ സിനിമകളിലെ കുറേ ഓർമ്മകളാണ് മനസ്സിലുള്ളത്. കുന്നംകുളം താവൂസ് രാജേട്ടനെ ഏറ്റവും കൂടുതൽ എനിക്ക് ഓർമ്മ വരുന്നത്. കുന്നംകുളം താവൂസ് രാജേട്ടനാണ് മഹായാനം പ്രൊഡ്യൂസ് ചെയ്ത പടം. അപ്പോൾ അന്ന് ആ പടം ഷൂട്ട് ചെയ്തിട്ട് പടം 2ാം ഷെഡ്യൂളിനൊക്കെ ഞങ്ങളാണ് ഫുള്ള് വർക്ക് ചെയ്തത്. അപ്പോൾ രാജേട്ടനായിട്ട് ഞങ്ങൾ കുറേ വണ്ടിയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ടൊക്കെ ഉണ്ട്. അങ്ങനെ ഈ രാജേട്ടൻ ഈ പടം റിലീസ് ചെയ്തിട്ട് വേറെ പാർട്ടിക്ക് വിൽക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ലിബർട്ടി ബഷീറിൻ്റെ വീട്ടിലേക്ക് തലശ്ശേരിക്ക് ഇവിടുന്ന് ഒരു യാത്ര പോയി. കോഴിക്കോട് മഹാറാണിയിലാണ് അന്ന് മീറ്റിംഗ് വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിടെ പോയി അന്ന് വിലകൊണ്ട് ഈ പടം വിൽക്കാൻ പറ്റിയില്ല. അതിന് തിരിച്ച് ഞങ്ങൾ വന്നിട്ട് ആ പടം കൊടുത്തത് ജൂബിലി പിക്ചേഴ്സിനാണ്. അങ്ങനെ അന്ന് വിതരണക്കാർ ഓരോ തിയേറ്ററിലാണ് കളിക്കുക. അപ്പോൾ അന്ന് ആദ്യത്തെ ഷോ അവിടെ കളിക്കാൻ വേണ്ടി ഞങ്ങൾ കുന്നംകുളം താവൂസിൽ ചെന്ന് നിൽക്കുമ്പോൾ ആ ലോറി അന്ന് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ആ പടത്തിൽ മമ്മൂട്ടി ഓടിക്കുന്ന ലോറി, അത് അവിടെ കൊടുക്കുന്ന അരങ്ങൊക്കെ ഇട്ട് കെട്ടിയിട്ട് ആ ലോറി പഠിക്കാൻ നിർത്തിയിട്ടായിരുന്നു ആ പടത്തിൻ്റെ റിലീസിങ്. അതൊരു ആരവായിരുന്നു. ഞങ്ങൾ അന്ന് 3 ഷോയ്ക്കും അവിടെ ഫുൾ ടൈം ഞങ്ങളുണ്ടായിരുന്നു. അത് കുന്നംകുളത്തെ മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിട്ട് എനിക്ക് തോന്നാറുണ്ട്.